ഇറാനെതിരായ യുദ്ധത്തിൽ ആരുടെയും സഹായം വേണ്ടെന്നും ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമെന്നും ഇസ്രയേൽ. സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ്. നയതന്ത്ര ശ്രമം തുടരുമെന്ന് ട്രംപ്. സമാധാന ശ്രമങ്ങൾക്കുള്ള UN രക്ഷാസമിതി യോഗം ഇന്ന്. ഭാരതാംബ വിവാദത്തിൽ നിലപാടിലുറച്ച ഗവർണർ. സെൻട്രൽ ഹാളിലെ ചിത്രം മാറ്റില്ല. ഔദ്യോഗിക ചടങ്ങുകൾ രാജ്ഭവനിൽ നടത്തേണ്ട എന്ന തീരുമാനത്തിൽ സർക്കാർ. നിലമ്പൂരിൽ 74.35% പോളിംഗ്. വിജയപ്രതീക്ഷയോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. വിലയിരുത്താൻ ഇന്ന് CPM സെക്രട്ടേറിയറ്റ് യോഗം. കണ്ണൂരിലെ തെരുവുനായ പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കളക്ടർ ഉൾപ്പെടെ പങ്കെടുക്കും. 2 ദിവസത്തിനകം കടിയേറ്റത് 70-ലധികം ആളുകൾക്ക്. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷങ്ങൾ ചെലവഴിച്ച ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വോക്ക്വേയുടെ ഭാഗങ്ങളും കടലെടുക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കയർ കെട്ടിത്തിരിച്ച്. അമൃത ന്യൂസ് പരമ്പര തുടരുന്നു. കണ്ണീർ കടലോരം. ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് ഇന്ന് തുടക്കം. കോഹ്ലിയും രോഹിത്തും വിരമിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പര. നായകനായി ശുഭ്മാൻ ഗില്ലിന്റെ അരങ്ങേറ്റം. മത്സരം ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതൽ.